വന്ദേ മാതരത്തെ സംബന്ധിച്ച് എന്താ വരികളുടെ അർത്ഥം? രണ്ടു വരി എന്താ ചെല്ലാൻ പറ്റാത്തത്? 10 കൈകളിൽ ആയുധമേന്തിയ ദുർഗ നീയാണ്, താമരപ്പൂവിൽ വിഹരിക്കുന്ന ലക്ഷ്മി നീയാണ്, വിദ്യ നൽകുന്ന സരസ്വതിയും നീയാണ്, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇത് ഭാരതത്തിന്റെ ആധ്യാത്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് എഴുതിയതാ. അതിന് ഇവിടെ എവിടെയാണ് വർഗീയതയുള്ളത്? ഭാരതത്തിന്റെ ആധ്യാത്മിക അടിത്തറയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ശരിയാണ് ജി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണ് അതിൽ തെറ്റായിട്ടുള്ളത്? ആ വരികളിൽ എവിടെയാണ് വർഗീയതയുള്ളത്? അങ്ങനെ പറയുന്നവരെ മടൽ വെട്ടി അടിക്കണം ജി. അപ്പോൾ ജി, ഞാനൊരു കാര്യം ജിയോട് ചോദിച്ചോട്ടെ. നമ്മൾ ഒരു മതേതര രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. ഭരിക്കുന്നത് മതേതര പാർട്ടി എന്ന് സ്വയം നിങ്ങൾ അവകാശപ്പെടുന്ന പാർട്ടിയും. അപ്പോൾ പിന്നെ ജി, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നും ക്രിസ്ത്യാനികളുടെ ഹാലേലുയ എന്നും അതിൽ ഉൾപ്പെടുത്തി പാടിയാലോ? എന്താണ് ജിയുടെ അഭിപ്രായം? ആ 2 വരികളിലും വർഗീയത ഒന്നുമില്ലല്ലോ. നിങ്ങൾ ഒരു വിഭാഗം ഓൾറെഡി ബുദ്ധി ക്ഷയിച്ചു പോയ പൊട്ടന്മാരായതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും പറയട്ടെ, സരസ്വതി ദേവിയും ദുർഗാദേവിയും നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ ആരാധിക്കുന്ന ദേവികളാണ്. അവരെ ഞങ്ങൾ സ്നേഹത്തോടെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അല്ല ജി, ഒരു സംശയം കൂടി. 2014 മുതൽ 2025 വരെ ഈ സരസ്വതി ദേവിയെയും ദുർഗാദേവിയെയും ജിക്കും ജിയുടെ അനുയായികൾക്കും വേണ്ടായിരുന്നോ? അതോ 2026 ആയപ്പോഴാണോ ഇങ്ങനെയുള്ള ദേവികൾ ഉണ്ടെന്നും അവരുടെ മഹത്വവും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? എന്തായാലും ജി പറയുന്നത് പോലെ തന്നെ എല്ലാം അതുപോലെ ചെയ്യാൻ സാധിക്കുമോ ജി? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? നിങ്ങളാണെങ്കിലോ മതേതര പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയും, എന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ ജി? എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് ജി. ജിക്ക് അത് മനസ്സിലാവണമെങ്കിലേ ചാണകം കഴിക്കുന്നത് നിർത്തിയിട്ട് വല്ലപ്പോഴെങ്കിലും അരി കൊണ്ടുള്ളൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് ഒന്ന് ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും ജി. പിന്നെ സരസ്വതി ദേവിയെക്കുറിച്ചും ദുർഗാദേവിയെക്കുറിച്ചും അത് പാടുന്നവർ പാടിക്കോട്ടെ ജി. ആർക്കാണ് എതിരഭിപ്രായമുള്ളത്? പക്ഷേ അത് പാടാൻ താല്പര്യമില്ലാത്ത മറ്റ് മതവിഭാഗക്കാരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശലക്ഷ്യം ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ജി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ മനോഹരമായ ദേശീയഗാനം വളരെ പക്വതയോടെയും ബഹുമാനത്തോടെയും എല്ലാ മതവിഭാഗക്കാരും അക്ഷരത്തെറ്റില്ലാതെ ആലപിക്കുന്നുണ്ടല്ലോ മിസ്റ്റർ ജി. പിന്നെ എന്തിനാണ് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാമൂർത്തികളെ എല്ലാ മതവിഭാഗക്കാരും പാടി നടക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനോഹരമായ പാർട്ടിയുടെ മതേതരത്വമല്ലേ ഇല്ലാതാകുന്നത്? ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് എല്ലാ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മതദൈവങ്ങളെയും എല്ലാ മതവിഭാഗക്കാരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരു വിഭാഗം ഒഴിച്ചുള്ള കാര്യമാണ് പറയുന്നത് എന്ന് കരുതി എല്ലാവരും അതിനെ ആരാധിക്കണം, എപ്പോഴും പാടി നടക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ മിസ്റ്റർ ജി? നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ ജി? ലോക മുസ്ലിങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ തുടിപ്പായ ഞങ്ങളുടെ മുത്ത് ഹബീബിനെ ആരാധിക്കാൻ പറഞ്ഞാൽ പോലും ഞങ്ങൾ ആരാധിക്കില്ല മിസ്റ്റർ ജി. ഞങ്ങൾ ഏകദൈവമായ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് കരുതി മറ്റ് മതവിഭാഗങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും വിമർശിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യണമെന്നല്ല ജി പറയുന്നത്. ഇനി ജിക്ക് മതേതരത്വം തെളിയിക്കാൻ നിർബന്ധമാണെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നും ഹല്ലേലൂയ എന്നും ഉൾപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുപാടിയാലോ? എന്തേ? അതിൽ രണ്ടിലും വർഗീയപരമായ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മാത്രമല്ല അത് പാടിയതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുകയോ ഭൂമി പിളർന്നു പോവുകയോ ചെയ്യുകയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലോകത്തിന് മുന്നിൽ നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വം തെളിയിച്ച് കാണിക്കാൻ ജി. അതിനെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കട്ടോ. 60 വയസ്സും 3ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയും. കഷ്ടം.